ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ, നല്ല അടിപൊളി 3 കിച്ചൺ ടിപ്പാണേ. 100% നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ടിപ്പ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ മറക്കല്ലേ കേട്ടോ. ആദ്യത്തെ ടിപ്പ്, ഒരു തേങ്ങ പെട്ടെന്ന് നമുക്ക് നല്ല വൃത്തിയായിട്ട് ഉടച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് ഈ കണ്ണുണ്ടല്ലോ, ഈ തേങ്ങയ്ക്ക് 3 കണ്ണുണ്ട്, 2 എണ്ണം ചെറുതും 1 വലുതും. അതിൽ ആ വലുത്, ആ മുഴച്ചിരിക്കുന്ന ഒരെണ്ണം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഇവിടെ ആ വരിപ്പ്. അതിനെ വരിപ്പ് എന്നാണ് പറയുന്നത്. അവിടെ വെട്ടരിവ കൊണ്ട് ഒറ്റ തട്ട് കണ്ടോ, നല്ല പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ ഒരു അരിവാകം കൊണ്ട് വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് പതുക്കെ നനക്കി കൊടുത്താൽ മതി. അത് ഇളകി ഇങ്ങി വരും. നല്ല സൂപ്പറായിട്ട് തന്നെ തേങ്ങ ഉടഞ്ഞ് കിട്ടിയല്ലോ. അപ്പോൾ ഇതിൻ്റെ ചിരട്ടയ്ക്ക് കനക്കൂടുതലാണെങ്കിൽ 2 പ്രാവശ്യം ഒന്ന് മുട്ടി കൊടുക്കേണ്ടി വരും കേട്ടോ. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കാം. അപ്പോൾ ചിരണ്ടാൻ നേരത്ത് നമുക്ക് ഇതുപോലുള്ള ചിരവയാണ് ഇന്ന് മിക്ക വീടുകളിലും. അപ്പോൾ അത് ചിരണ്ടുമ്പോൾ അതെല്ലാം പാത്രത്തിൻ്റെ വെളിയിലേക്ക് പോകുന്നെന്ന് ഒരുപാട് പേർക്ക് പരാതിയുണ്ട്. കണ്ടോ, സൈഡിലോട്ടെല്ലാം വന്ന് വീണ് ഒരുപാട് തേങ്ങ നഷ്ടപ്പെടും, താഴെയൊക്കെ വീഴും. അപ്പം ഞാൻ ചിരണ്ടിയപ്പോൾ തന്നെ താഴെയൊക്കെ വീഴുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതുണ്ട്, ഇതുപോലെ വേസ്റ്റാണ്, തേങ്ങ വേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ വേസ്റ്റ് ആവാതിരിക്കാൻ ഞാൻ ഇതുപോലൊരു സൂത്രം ഉണ്ടാക്കി ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. വളരെ ഈസിയാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പൊടി പോലും തേങ്ങ നമുക്ക് വേസ്റ്റ് ആവില്ല. ഇതുപോലെ പാത്രത്തിനകത്തേക്ക് വയ്ക്കും. നമ്മൾ തേങ്ങ ചിരണ്ടുമ്പോൾ ഇവിടെ വീഴും. അതങ്ങോട്ട് നീക്കിയിട്ട് കൊടുത്താൽ മതി. അത് നീക്കിയിടുന്ന തേങ്ങ ലാസ്റ്റിൽ തേങ്ങ നീക്കിയിട്ടാൽ മതി. ആദ്യം തന്നെ ഒന്നും നീക്കിയിടണ്ട. നോക്കിക്കോളൂ, കണ്ടത് വീഴുന്നുണ്ടോ. പാത്രത്തിനോട്ട് അല്ലാതെ വെളിയിലോട്ട് ഒട്ടും പോവില്ല. തേങ്ങ എല്ലാം ചിരണ്ടി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റിൽ ആ സൈഡിലിരിക്കുന്നത് വിരലുകൊണ്ട് പതുക്കെ അങ്ങോട്ട് നീക്കിയിട്ട് കൊടുത്താൽ മതി. നേരെ പാത്രത്തിലോട്ട് ചെന്ന് വീണോളും. എന്നിട്ട് അത് നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാനും പറ്റും കേട്ടോ. ഇതുപോലെ ഊരിയെടുത്തിട്ട് ഇത് നമുക്ക് കഴുകി വയ്ക്കാം. ഇതൊരു കട്ടിയുള്ള പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. 6 5-ൻ്റെ ഒരു പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇത് 5, ഈ നീളമാണ് 5. ഇനി തിരിച്ച് ഇത് 6, ഇത് 5. മനസ്സിലായല്ലോ? അതിൽ നിന്ന് ഒരു 4 ഇഞ്ച് അകത്തോട്ട് കയറ്റിയിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കണം. അതെന്തിനാണെന്നറിയാമോ? ആ ലൈനാണ് നമുക്ക് ആ ചിരവയുടെ അവിടെ കൊരുത്തിടാനുള്ള ഭാഗം. എന്നിട്ട് ഇങ്ങനൊരു ലൈൻ വരയ്ക്കണം. അത് കട്ട് ചെയ്യാനുള്ളതാണ്. നമുക്ക് അങ്ങോട്ട് കൊരുത്തിടാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അവിടെ. അപ്പോൾ ഇതൊരു ഷേപ്പിലാണ്ട്, ഇതുപോലൊരു ഷേപ്പിലാണ്. അതായത് ആ കമ്പി അതിനകത്ത് ഇരിക്കണം, ലൂസായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു 1/2 സെൻറ്റിമീറ്റർ പിന്നെ വീതിയുള്ളതും ഒരു 3 സെൻറ്റിമീറ്റർ നീളമുള്ളതുമായിട്ടുള്ളൊരു ഹോളാണ് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ എടുക്കുന്ന പ്ലാസ്റ്റിക് കനം കുറവാണെങ്കിൽ സിസേഴ്സ് കൊണ്ട് തന്നെ കട്ട് ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് കനമുള്ളതായതുകൊണ്ട് ഞാൻ ഇതുപോലൊരു കറുക്കത്തി എടുത്തിട്ട് ചൂടാക്കിയിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ചൂടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അത് ആ ഭാഗം ഉരുകി മാറിക്കോളും. അപ്പോൾ നിങ്ങൾ എക്സ്റേ ഷീറ്റ് കൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. അതൊക്കെ സിസേഴ്സ് കൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇരിക്കണം. കൊരുത്ത് വയ്ക്കുമ്പോൾ ഇതുപോലെ അതിൻ്റെ കാലിരിക്കണം. ഒരു 1/2 സെൻറ്റിമീറ്റർ വീതി, 3 സെൻറ്റിമീറ്റർ നീളവും. കണ്ടോ, ഇതുപോലെ കൊരുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും വയ്ക്കാം. ഇനി തേങ്ങ ഒട്ടും കളയില്ല. അതുപോലെ തന്നെ ഇത് സ്ക്വയർ കമ്പിയാണെങ്കിൽ സ്ക്വയറായിട്ട് തന്നെ മുറിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തത് ചെറുനാരങ്ങ സൂക്ഷിച്ച് വെക്കാനുള്ളൊരു ടിപ്പാണ്. എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാൻ 3.5 മാസം വരെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതലും ഇരിക്കും. 3.5 മാസം ആയപ്പോൾ ഞാൻ മൊത്തം എടുത്ത് തീർത്തോണ്ടാണ് അതിൽ കൂടുതൽ ഇരിക്കുമെന്നറിയാത്തത്. ചെറുനാരങ്ങ ആദ്യം കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമെല്ലാം തുടച്ചതിന് ശേഷം ടിഷ്യൂ പേപ്പറിൽ പൊതിയുക. ഓരോ ടിഷ്യൂ പേപ്പറിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഓരോ നാരങ്ങയും ഇതുപോലെ പൊതിഞ്ഞ് വെക്കണം. അപ്പോൾ ഇനി 3 മാസത്തിൽ കൂടുതൽ നാൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ 2 ലെയറുള്ള ടിഷ്യൂ പേപ്പർ എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നാൽ മതി. 4 മാസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. ഇനി ചക്കക്കുരുവിൻ്റെ തൊലി വേഗം കളഞ്ഞെടുക്കാനുള്ളൊരു ടിപ്പാണേ. ഇതുപോലെ ചക്കക്കുരു എടുത്തിട്ട് അതിൻ്റെ 2 അറ്റവും ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിക്കണം. അതുകൊണ്ട് ഇതുപോലെ അവിടെയും ഇവിടെയും 2 അറ്റം. എന്നിട്ട് കത്തി കൊണ്ട് ഇതുപോലൊന്ന് വരഞ്ഞു കഴിഞ്ഞാൽ മതി. അത് പതുക്കെ അതങ്ങ് ഇളക്കിയെടുക്കാം. കണ്ടോ, ഈസി ആയിട്ട് ഇളക്കി കിടക്കാം. ഞാൻ ആ ചുമന്ന കളറിലെ തൊലി കളയാറില്ല. ഇതുപോലെ ഇതിപ്പം 2 ദിവസം പഴക്കമുള്ള ചക്കക്കുരു ആയതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് പോകുന്നത്. പുതിയ ചക്കക്കുരു ആണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാം. പിന്നെ ചക്കക്കുരു കുറച്ച് സമയം വെയിലത്തിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊലി വേഗം പൊളിഞ്ഞു കിട്ടും.